എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണുള്ളത്. നടയിൽ നമ്മൾ കാണാം ക്ഷേത്രം. ചില കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണമെന്നതിൻ്റെ ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നവരാത്രി അതുപോലെ തന്നെ ആരാധനാ മഹോത്സവത്തിൻ്റെ ജനകീയ കമ്മിറ്റി രൂപീകരണ യോഗം നടന്നിരുന്നു. ആ യോഗവുമായി ബന്ധപ്പെട്ടിട്ട് പച്ചവെളിച്ചം അതിനു മുമ്പ് തന്നെ ഇങ്ങനെ ഒരു യോഗം നടക്കുന്നുണ്ട്. ഈ യോഗത്തിൽ നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിലെ പയ്യന്നൂർ അമ്പലത്തിന് അനുബന്ധ ക്ഷേത്രങ്ങളിലെയും അതുപോലെ തന്നെ നാട്ടുകാരും ആ യോഗത്തിൽ സജീവമായി പങ്കെടുക്കണം എന്ന ഒരു വാദഗതി മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ കുറച്ചൊക്കെ ആൾക്കാരുടെ വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടം, ഒരു മഹാക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹോത്സവം നടത്തുന്നതിനാവശ്യമായ രീതിയിലുള്ള ഒരു ജനകീയ പങ്കാളിത്തം ആ കമ്മിറ്റി മീറ്റിംഗിൽ ഉണ്ടായിരുന്നില്ല എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കാരണം ഇങ്ങനെ ജനങ്ങൾ ഇടപെടാത്തതാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് തോന്നുന്ന രീതിയിൽ നടപ്പിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത്. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി വിഷയങ്ങൾ പച്ചവെളിച്ചം കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന്റെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട വിഷയം, അതിൻ്റെതായ നിയമപരമായ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഞാൻ അത് മുൻകൂട്ടി സൂചിപ്പിച്ചതാണ്. അത് ആ രീതിയിൽ നടക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന ചില കൊള്ളരുതായ്മകൾ അത് വളരെ ശക്തമായിട്ട് പറയണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നിരന്തരമായിട്ട് ഈ വിഷയങ്ങൾ പറയുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ട് പറഞ്ഞുകൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന ഉത്സവങ്ങൾക്ക് ഇവിടുത്തെ ആചാരപരമായ കാര്യങ്ങൾക്ക് എല്ലാ പ്രാധാന്യം കൽപ്പിക്കുന്നത് പുറം കാഴ്ചകളിലാണ്. പച്ചവെളിച്ചം ഈ മീറ്റിംഗിൽ അന്ന് ബാക്കിയുള്ളവരെ സംസാരിച്ചതൊക്കെ പച്ചവെളിച്ചം ഷൂട്ട് ചെയ്തിരുന്നു. പച്ചവെളിച്ചം സംസാരിച്ചത് ഷൂട്ട് ചെയ്തിരുന്നില്ല. ഇവിടെ സുമിത്രൻ എന്ന് പറയുന്ന ഇതിലെ ട്രസ്റ്റി ബോർഡ് മെമ്പറാണ് അധ്യക്ഷം വഹിച്ചത്. എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടായിരുന്നു. അവര് ഈ യോഗം നടക്കുന്ന സമയത്ത് പോലും മിനിറ്റ്സ് എഴുതാൻ പോലും ആദ്യം തയ്യാറായിരുന്നില്ല. പച്ചവെളിച്ചം സംസാരിച്ചതിന് ശേഷമാണ് മിനിറ്റ്സ് എഴുതാത്തതുമായി ബന്ധപ്പെട്ട വിഷയം ശ്രദ്ധയപ്പെട്ടതിനെ തുടർന്നാണ് അത് എഴുതണമെന്ന് പറഞ്ഞത്. എത്രത്തോളം അവിടെ ഉള്ള ആളുകൾ ഒരു യോഗ നടപടികൾ എങ്ങനെ നടത്തണം എന്ന് പോലും ഇവർക്കറിയില്ല. ഇത് ദേവസ്വത്തിന്റെ കീഴിലുള്ള ക്ഷേത്രമാണ്. തോന്നുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ഒരു തരത്തിലുള്ള അവകാശവുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുഴുവൻ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ക്ഷേത്രമാണ്. ഈ ഉത്സവത്തിനും അതുപോലെ തന്നെ നവീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും പണം നൽകും ആരാണ്? ഇവിടുത്തെ ജനങ്ങളാണ്. അല്ലാതെ ഇവിടമാണ് ഇത്തരം നമ്മുടെ പ്രോഗ്രാം വലിയ ആളുകൾ വന്നിട്ടുള്ള പ്രോഗ്രാം ഇവിടെ നടത്തിയിരുന്നത്. അതൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ പരിപാടി അമ്പലത്തിലെ ആരാധനാ മഹോത്സവവുമായി ബന്ധപ്പെട്ട അനുബന്ധമായ ആചാര പരിപാടികൾ നടക്കുന്നതോടൊപ്പം പുറത്ത് പരിപാടികൾ വലിയ പണം കൊടുത്ത് പരിപാടികൾ നടത്തുന്നു. ഇവിടെ ഉള്ളിലെ ആളുകൾ ഇതൊന്നും കാണാനില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള ഈ ആചാര അനുഷ്ഠാനങ്ങൾ പ്രവർത്തിക്കുന്നവർ തോന്നുന്ന പോലെ കൊട്ടുക, തോന്നുന്ന രീതിയിൽ പ്രവർത്തിക്കുക, അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ബെഞ്ചാമരമടക്കമുള്ള അതില്ലാതെ ശിവേലി നടത്തിയ കാര്യങ്ങളടക്കം നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഗുരുതരമായ പിഴവുകൾ അകത്തും അതുപോലെ തന്നെ പുറത്തും നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് ആണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ വർഷത്തെ ആരാധന മഹോത്സവത്തിൽ അത്തരം പരാതികളൊന്നും ഉയരാതെ തന്നെ ജനങ്ങളുടെ വിശ്വാസികളുടെ ദേവന്റെ ഹിതമനുസരിച്ചുകൊണ്ട് ഉത്സവം ഇവിടെ നടത്തണം എന്നതാണ് ആദ്യമായിട്ട്. ഇവിടുത്തെ ആചാരപരമായ ചടങ്ങുകൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്നാണ് ആദ്യമായിട്ട് പച്ചവെളിച്ചം ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭക്ഷണം. നമ്മൾക്കറിയാം ഇവിടെ ആരാധനാ മഹോത്സവത്തിൽ അവസാന നാളിലാണ് ഭക്ഷണം കൊടുക്കുക. അതിനു മുമ്പ് ഒരു ദിവസം ഭക്ഷണം കൊടുക്കാറുണ്ട് സംക്രമത്തിന്. അതാണ് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത്. അത് വലിയ രീതിയിലുള്ള ഭക്ഷണമായിരുന്നു. ആരാധനയുടെ അവസാനം നമ്മൾ വലിയ രീതിയിലുള്ള ഒരു വലിയ സദ്യ, നാടിനെ ആകെ അറിയുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള സദ്യ നടത്താറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴെന്താണ് കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും സദ്യയാണ്. എല്ലാ ദിവസവും ആരാധന മഹോത്സവത്തിന് എല്ലാ ദിവസവും സദ്യ കൊടുക്കുന്നു. ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഭക്തർ വന്ന് പറയുന്നു നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന രീതിയിലാണ് ഇവർ പറയുന്നത്. ഭക്തർ പലതും പറയും. ഭക്തര് ഭക്ഷണത്തിന് കൊടുക്കുന്ന ഒരു ദിവസത്തെ ഭക്ഷണത്തിന് 5 ആള് പൈസ തരുന്നുണ്ടെങ്കിൽ 5 ആളെ പേര് പറഞ്ഞുകൊണ്ട് ഭക്ഷണം നടത്തണം. 5 ആളെ പേരും പൈസ വാങ്ങിക്കും. അങ്ങനെയല്ല പല ക്ഷേത്രങ്ങളിലും ചെയ്യുന്നത്. അതൊന്നും ചെയ്യാൻ വേണ്ടി തയ്യാറാവാതെ ഭക്തര് പറയുന്നു, ഭക്തര് ഭക്ഷണം കൊടുക്കണം എന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കും. നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാ ദിവസവും ഈ മഹാക്ഷേത്രമാണ്, ഈ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ദിവസവും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും. ഭക്തരായ ആളുകൾക്ക് പല ക്ഷേത്രം കൊടുക്കുന്നത് പോലെ ഇങ്ങനെ ഈ ഉത്സവ സമയത്ത് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും. അതിന്റെ പല ദിവസം
പരിസരവശത്തുള്ള ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന മാലിന്യ പ്രശ്നങ്ങൾ, ഒരു പ്രദേശം മുഴുവൻ അരിക്കാച്ചിക്കുളത്തിന്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞു. ഈ മീറ്റിംഗിലടക്കം പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് വന്ന ജനങ്ങൾ ഇവിടെ ശക്തമായ രീതിയിൽ പ്രതിരോധം തീർത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് ഈ കഴിഞ്ഞ വർഷം പച്ചവെളിച്ചം വാർത്ത നൽകിയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഉത്സവം കഴിഞ്ഞതിന് ശേഷം ആ ഭാഗത്തേക്ക് അമ്പലത്തിലേക്ക് ആളുകൾക്ക് ദുർഗന്ധം കാരണം വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തെക്കുറിച്ച് പച്ചവെളിച്ചം പറയാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് ഈ മുഴുവൻ മാലിന്യങ്ങളും ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ മാലിന്യങ്ങളും അരിക്കാച്ചിക്കുളത്തെ തള്ളുകയും സമീപ സ്ഥലത്തുള്ള ആളുകളുടെ കുടിവെള്ളം പോലും കുടിക്കാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ മലിനപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ നടത്തുന്ന ഇതുമായി പ്രോഗ്രാമിന്, അതുപോലെ തന്നെ ഇവിടുത്തെ ചന്തയുണ്ടല്ലോ, ഈ ചന്ത തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അവിടെ വിൽക്കുന്ന സാധനങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചിട്ട് നിരന്തരമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുന്ന ചന്ത എടുത്തിട്ടുള്ള സ്റ്റാളുകളിലുള്ള ആൾക്കാർ വെളിയിട വിസർജനം നടത്തുന്നത് ഈ അരിക്കാച്ചി കുളത്തിന് അടുത്താണ്. അവർക്കുള്ള സൗകര്യം പോലും ക്ഷേത്രത്തിനകത്ത് ഒരുക്കി കൊടുക്കാൻ വേണ്ടി ഇവർ തയ്യാറായിട്ടില്ല എന്ന വിഷയവും പച്ചവെളിച്ചം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. പച്ചവെളിച്ചം ഉയർത്തിക്കൊണ്ടതിന് ശേഷമാണ് അവിടെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ അവിടെ നടന്നത് എന്ന കാര്യവും കാണാതിരിക്കുന്നില്ല. അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ നവീകരണ കലശവുമായി ബന്ധപ്പെട്ടിട്ട് ക്ഷേത്രത്തിന്റെ പണം 65 ലക്ഷം രൂപ സ്കന്ദ സമാജത്തിന് കൊടുത്ത വിഷയം പച്ചവെളിച്ചം ഇവിടെ ഉന്നയിച്ചിരുന്നു. ഇത് നവീകരണ സമിതിയുമായി ബന്ധപ്പെട്ടിട്ടെങ്കിലും പോലും ആ വിഷയം പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് നവീകരണ സമിതി ചെയർമാൻ പൊതുജനങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള കുറിയും മറ്റും നടത്തിയിട്ടുണ്ടാക്കിയ പണം എടുത്തിട്ട് സ്കന്ദ സമാജത്തിന് കൊടുക്കാൻ വേണ്ടി തയ്യാറായത്. അത് അങ്ങേറ്റം തെറ്റാണ്, ഗുരുതരമായ പിഴവാണ്. അതിന് ഉത്തരം പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ദേവസ്വം ബോർഡാണ്. കാരണം ഇതിന്റെ ഖജാൻജി, നവീകരണ സമിതി ആവട്ടെ, ആരാധന മഹോത്സവ കമ്മിറ്റി ആവട്ടെ, ഇതിന്റെ ഖജാൻജി എന്ന് പറയുന്നത് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അവർ അതിന് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട് എന്ന ഇതുവരെ അത് തിരിച്ചു കൊടുത്തിട്ടില്ല. അതിന് സുമിത്രൻ ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തിരുന്ന ട്രസ്റ്റി ബോർഡ് മെമ്പറായിട്ടുള്ള സുമിത്രൻ അത് ഉത്തരം പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ വേറൊരാൾ ആ ചോദ്യം ഉയർത്തിയ സമയത്ത് സുമിത്രൻ തന്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് സ്കിപ്പ് ചെയ്തു പോവുകയായിരുന്നു. സുമിത്രൻ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. സുമിത്രൻ അതിനുശേഷം സുമിത്രനെ നേരിട്ട് കണ്ട സമയത്ത് ഞാൻ ആ വിഷയം സംസാരിച്ചിട്ടുണ്ട്. അത് കാരണം കൂടുതൽ ചർച്ചകൾ അവിടെ വന്നിട്ട് നവീകരണ സമിതിയുമായി ബന്ധപ്പെട്ട വിഷയം ആരാധന മഹോത്സവ കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ വേണ്ട എന്നതുകൊണ്ടാണ് മാറ്റി നിർത്തിയത്. അല്ലാതെ സുമിത്രൻ വിചാരിക്കേണ്ടതില്ല, ക്ഷേത്രക്കാർ ട്രസ്റ്റി ബോർഡ് വിചാരിക്കേണ്ടതില്ല, നിങ്ങൾ ഇവിടെ എന്തോ കഴിവ് കൊണ്ടാണ് ആ വിഷയം കൂടുതലേക്ക് പോകാതിരുന്നത് എന്ന കാര്യം സുമിത്രനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തയ്യാറാണ്. അത് സുമിത്രന് ബോധ്യം ഉണ്ടാവണം, ക്ഷേത്രത്തിന് ബോധ്യം ഉണ്ടാവണം. അതുപോലെ തന്നെ ഇവിടുത്തെ ചന്തയുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. കമ്മിറ്റി രൂപീകരണ യോഗത്തിന് മുന്നിൽ തന്നെ സുമിത്രൻ പറയുന്നു, നവീകരണ സമിതിയുടെ ചെയർമാനെ അയാൾ വലിയ സഹായം ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തെ ആരാധന മഹോത്സവം, അതുപോലെ തന്നെ നവരാത്രി മഹോത്സവ കമ്മിറ്റിയുടെ ചെയർമാൻ ആക്കണമെന്നൊരു നിർദ്ദേശമുണ്ട്. ഇതൊക്കെ പറയാൻ സുമിത്രൻ ആരാണ്? ഇവിടെ ക്ഷേത്ര ഉത്സവം നടത്തുന്നത് ട്രസ്റ്റി ബോർഡാണോ? സുമിത്രൻ എന്താണ് ഒരു യോഗം നടക്കുന്നതിന് മുമ്പിൽ ഇങ്ങനെയുള്ള നിർദ്ദേശം വെക്കാൻ വേണ്ടിയിട്ട് 65 ലക്ഷം രൂപ ഇവിടുത്തെ പൊതുപണം എടുത്തിട്ട് ഒരു ജാതിയുടെ ആളുകൾക്ക് ആരോടും ചോദിക്കാതെ കൊടുത്തിട്ട് അത് നവീകരണ സമിതിയെ പോലും ചർച്ച ചെയ്യാതെ കൊടുത്ത ഒരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. അത് എന്തിന്റെ പേരിലാണ് ന്യായീകരിക്കുന്നത്? അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് ചെയർമാനാക്കുക? അദ്ദേഹം ഇവിടെ സ്ഥലത്ത് യോഗത്തിൽ ഉണ്ടായിരുന്നില്ല. ജോത്സർ മാധവ പൊതുവാള കാര്യമാണ് പറയുന്നത്. പ്രേക്ഷകർക്കറിയാം, പച്ചവെളിച്ചം പ്രേക്ഷകർക്കറിയാം. അദ്ദേഹം യോഗത്തിൽ വന്നിരുന്നില്ല. വരാത്ത ആളെ ചെയർമാനാക്കണം എന്ന് പറയുന്നത് സുമിത്രന്റെ അതുപോലത്തെ ട്രസ്റ്റി ബോർഡിന്റെ കുടുംബ ക്ഷേത്രമാണോ ഇത്? ഒരു കാലത്ത് ഡോക്ടർ അനിൽ പുത്തലത്ത് പറഞ്ഞിരുന്നു ഈ ക്ഷേത്രം കുടുംബ ക്ഷേത്രമാണ് എന്ന് വിവരക്കേട് പറഞ്ഞ ആളുകളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന കാര്യവും നമ്മൾക്കറിയാം. അതുകൊണ്ട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു പുതിയ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വർഷം പച്ചവെളിച്ചം വെച്ച നിർദ്ദേശം ഇതാണ്, പ്രേക്ഷകർ അറിയണം. ഈ വർഷം ക്ഷേത്ര ചടങ്ങുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇവിടെ ആരാധന മഹോത്സവം നടത്തണം. ക്ഷേത്ര ചടങ്ങുകൾ വളരെ ഗംഭീരമായിട്ട് നടത്തണം. അതിൽ നമ്മുടെ ജനങ്ങൾ സജീവമായിട്ട് പങ്കെടുക്കണം. പുറം കാഴ്ചകളിലുള്ള പരിപാടികൾ, ക്ഷേത്ര ചടങ്ങുകൾ ഭംഗം വരുത്തുന്ന രീതിയിൽ അതേ സമയത്ത് പുറത്ത് വെക്കാൻ വേണ്ടി പാടില്ല എന്ന കാര്യം ഉച്ചസ്ഥരം പച്ചവെളിച്ച യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു നിർദ്ദേശം, ഇപ്പോൾ വയനാട് ദുരന്തത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ അത്തരം പരിപാടികൾ തന്നെ വേണ്ടതില്ല എന്നുള്ള അഭിപ്രായം പച്ചവെളിച്ചത്തിനുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്ന ഒരു സാഹചര്യം മുമ്പുണ്ടായിരുന്നില്ല, അത് പിന്നീട് ഉണ്ടാക്കിയതാണ് എന്ന കാര്യവും പച്ചവെളിച്ചം ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായ നിലപാട് ഇതുമായി ബന്ധപ്പെട്ടവർ പറയണം. പിന്നെ
ഈ ക്ഷേത്രത്തിലെ പൊതുവെ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു പുതിയ കമ്മിറ്റി വന്നിട്ടുണ്ട്. ഇത് ഒരു കമ്മിറ്റി വന്നിട്ടുണ്ട്. അത് ആളുകള് പല ആളുകളും അവരുടെ താല്പര്യങ്ങളൊന്നും ഇവിടെ നടക്കൂല എന്ന് ഒക്കെ ബന്ധപ്പെട്ട് അതിലത്തെ ജനങ്ങളുടെ പ്രതികരണം ഒക്കെ മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിലാണ് പല ആളുകളും ഇതൊക്കെ മാറ്റിയിട്ട് അവരെ കുപ്പായൊക്കെ അഴിച്ചു വെക്കാൻ വേണ്ടി തയ്യാറായി. അതിന് ആദ്യം തന്നെ ഇതിന്റെ ചെയർമാനായിട്ട് ഇന്നാളെ നിശ്ചയിക്കണമെന്ന് തിട്ടൂര മറക്കിയത് പോലും അവിടെ പിന്നീട് സംസാരിച്ച പല പ്രധാന കച്ചേരമേശൻ അടക്കമുള്ള അതുപോലെ തന്നെ പല ആളുകളും അങ്ങനെ വേണ്ടതില്ല, അത് അങ്ങനെ വേണ്ടത് ഇവിടെ പുതിയൊരു കമ്മിറ്റി വരട്ടെ എന്നുള്ള രീതിയിലാണ് ചർച്ച ചെയ്തിരുന്നത്. പച്ചവെളിച്ചം ആദ്യം പറഞ്ഞു, അതിനെ ഏറ്റുപിടിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരും തയ്യാറായിട്ടുണ്ട് എന്ന കാര്യവും വളരെ അഭിമാനത്തോടു കൂടിയാണ് പച്ചവെളിച്ചം ഇവിടെ കാണുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭക്ഷണ കാര്യത്തിലും അതുപോലെ തന്നെ പ്രോഗ്രാമിന്റെ കാര്യത്തിലും കൃത്യമായ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാവണം. ഒരു പ്രധാനപ്പെട്ട ഭാരവാഹികളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, ചെയർമാനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, വർക്കിംഗ് ചെയർമാനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, ജനറൽ കൺവീനർ തെരഞ്ഞെടുത്തിട്ടുണ്ട്, ട്രഷറർ സ്വാഭാവികമായിട്ട് ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. മറ്റുള്ള ഭാരവാഹികളെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇന്ന് വൈകുന്നേരം കല്യാണ മണ്ഡപത്തിൽ അന്ന് പങ്കെടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അതിൽ തന്നെ സുമിത്രൻ പറഞ്ഞ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എല്ലാ സബ് കമ്മിറ്റിയുടെ കൺവീനർ ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ ആവണം, ക്ഷേത്രത്തിലെ ട്രസ്റ്റി ബോർഡ് മെമ്പർമാർ ആവണം എന്നുള്ള നിർദ്ദേശം വെച്ചിരുന്നു. സുമിത്രനോട് ഒരു കാര്യം പറയാം, ഈ ഉത്സവം നടത്തുന്ന നിങ്ങളെ ട്രസ്റ്റി ബോർഡോ ദേവസ്വം ബോർഡോ അല്ല, ജനങ്ങളിൽ നിന്ന് പിരിവെടുത്ത് നടത്തുന്ന ഉത്സവത്തില് കൺവീനറും ചെയർമാൻമാരും ആരാകണമെന്ന് തീരുമാനിക്കേണ്ടത് സുമിത്രനോ അതുപോലെ തന്നെ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറോ ദേവസ്വം ബോർഡോ ട്രസ്റ്റി ബോർഡോ അല്ല. അത് തീരുമാനിക്കേണ്ടത് ആരാണ്? സുമിത്രന്റെ സുഹൃത്താണ്, നമ്മൾ ഒന്നിച്ച് പഠിച്ചതാണ്. അതൊക്കെ ലോഗ്യം കാര്യങ്ങൾ ആരുടെ മുഖത്തൊക്കെ പറയും. അതുകൊണ്ട് അത് തീരുമാനിക്കേണ്ടത് സുമിത്രനൊന്നുമല്ല, ട്രസ്റ്റ് ബോർഡൊന്നുമല്ല, ജനങ്ങളുടേതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ സുമിത്രൻ എങ്ങനെയാണ് ആ യോഗത്തിൽ അധ്യക്ഷം വഹിച്ചത്? താഴേക്കാട്ട മനയുടെ പ്രതിനിധി അവിടെ ഉണ്ടായിരുന്നു, എക്സിക്യൂട്ടീവ് ഓഫീസർ ഉത്തരം പറയണം. താഴേക്കാട്ട മനയുടെ പ്രതിനിധി അവിടെ ഇരിക്കുന്ന സമയത്ത് VP സുമിത്രൻ എങ്ങനെയാണ് ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നത്? ആദ്യം മുതൽ തന്നെ അതിൽ പ്രശ്നമാക്കണ്ടെന്ന് വെച്ചിട്ട് ആരും ഒരാൾ മിണ്ടിയോ? അത് ശരിയാണോ? അതല്ലല്ലോ അതിന്റെ നടപ്പ്. താഴേക്കാട്ട മനയുടെ ആളാണല്ലോ. പിന്നെ ഏത് വകുപ്പിലാണ് സുമിത്രനെ ഇതിന്റെ അധ്യക്ഷനായിട്ട് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിശ്ചയിച്ചത് എന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ പറയേണ്ടി വരും. ഇന്നത്തെ യോഗത്തിൽ അത് ചോദിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്, അത് ചെയ്യും. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെ കൺവീനർമാർ ട്രസ്റ്റി ബോർഡ് മെമ്പർമാർ ഈ പയ്യന്നൂരിലെ ഈ ക്ഷേത്രത്തിന്റെ സ്വത്തുവകകൾ പോലും സംരക്ഷിക്കാതെ ക്ഷേത്രത്തിലെ ആരാധന മഹോത്സവങ്ങള് ആചാരപരമായി നടത്താൻ വേണ്ടി കഴിയാതെ പിടിപ്പുകെട്ട ഒരു ട്രസ്റ്റി ബോർഡാണ് ഇവിടെയുള്ളത് എന്ന കാര്യത്തെക്കുറിച്ച് പച്ചവെളിച്ചത്തിന് ഒരു തർക്കവുമില്ല. ആ കാര്യങ്ങൾ അതേപോലെയാണ് പച്ചവെളിച്ചത്തിനുള്ളത്. പക്ഷേ ഒരു മഹാക്ഷേത്രത്തിൽ വന്നിട്ട് നിരന്തരമായിട്ട് അങ്ങനെ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല എന്നതുകൊണ്ടാണ് പലതും കണ്ണടക്കുന്നത് എന്ന കാര്യവും ഇവരെ അറിയാതെ പോകാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം, ഈ കമ്മിറ്റിയെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ശ്രമിച്ചാലും, ഒരു പുതിയ കമ്മിറ്റി വന്നിട്ടുണ്ട്, ഇതിനെ ഈ അമ്പലം വിഴുങ്ങികളായിട്ടുള്ള കുറെ ആളുണ്ട്, കുറെ റെസീറ്റ് എടുത്തിട്ട്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട വിഷയം പച്ചവെളിച്ചം പറഞ്ഞിരുന്നു, ഇവിടെ നിരന്തരമായിട്ട് വർഷാവർഷം പെരുമാളുടെ നവരാത്രി അതുപോലെ തന്നെ ആരാധനാ മഹോത്സവത്തിന് അകമഴിഞ്ഞ് സംഭാവന നൽകുന്ന പതിനായിരങ്ങൾ സംഭാവന നൽകുന്ന നിരവധി ഭക്തരുണ്ട്. അത് പെരുമാളെ കണ്ടിട്ടാണ് സംഭാവന നൽകുന്നത്. ഞാൻ ഇതിന്റെ കമ്മിറ്റിയുടെ ചെയർമാനായാൽ പച്ചരാജീവനെ കണ്ടിട്ടാണ് ഈ പൈസ ഇവിടെ കൊടുക്കുന്നത് എന്ന ധാരണ പച്ചരാജീവൻ ഉണ്ടായാൽ അന്ന് പച്ചരാജീവന് വിവരമില്ല എന്ന് സ്വയം മനസ്സിലാക്കിക്കൊള്ളണം. അല്ലെങ്കിൽ ജനങ്ങൾ അങ്ങനെ കരുതുമെന്നുള്ള ബോധ്യം ഇവർക്കൊക്കെ ഉണ്ടാകണം. അങ്ങനെ കൊടുക്കുന്ന ഈ ലിസ്റ്റ് വാങ്ങിയിട്ട് ഓരോ കൊല്ലത്തെ കമ്മിറ്റിക്കാർ ആ ലിസ്റ്റ് വാങ്ങിയിട്ട് പെരുമാൾക്ക് വേണ്ടിയിട്ട് പണം കൊടുക്കുന്ന ആളുകളെ എടുത്തുപോയിട്ട് മറ്റു പിരിവുകൾക്ക് സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ അവരിൽ ചിലർ പച്ചവെളിച്ചത്തോടും മറ്റുള്ളവരോടും പറഞ്ഞിട്ടുണ്ട്, പെരുമാൾക്ക് പണം കൊടുക്കാനേ നമുക്ക് ഇഷ്ടമുള്ളൂ, മറ്റുള്ളവർക്ക് പണം കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല. ആർക്ക് പിരിവ് കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അതാത് ആളുകളാണ്. ആ ലിസ്റ്റ് എടുത്തിട്ട് പോയിട്ട് പിരിവ് വാങ്ങിക്കുക എന്ന് പറഞ്ഞ അതീവ ഗുരുതരമായ തെറ്റുകൾ എന്ന് പറഞ്ഞാൽ അമ്പലത്തെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ സ്വാർത്ഥപരമായ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ഒരുപാട് അമ്പലം വിഴുങ്ങികള്, അതുപോലെ അങ്ങനെയുള്ള ആളുകൾ ഈ ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റിയുണ്ട്. അവരാണ് എല്ലാ കാലങ്ങളിലും ഈ ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേക റെസീറ്റ്, അതുപോലെ തന്നെ അവര് ഈ കൊടുക്കുന്ന റെസീറ്റ്, ഇന്നത്തെ മീറ്റിങ്ങുകളിലൊക്കെ റെസീറ്റ് എത്ര അടിക്കുന്നു, അതിന്റെ നമ്പർ എത്രയാണ്, ആർക്കൊക്കെ കൊടുക്കുന്നു, എത്ര കുറ്റി പോയിട്ടുണ്ട്, എത്ര റെസീറ്റുകൾ ഇവിടെ പോയിട്ടുണ്ട്, എത്ര പൈസ പിന്നെ റെസീറ്റ് ആക്കിയിട്ടുണ്ട്, അതിൽ എത്ര പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ കൃത്യമായ
പിന്നെ ഇടപെടല് എന്തായാലും ആ കമ്മിറ്റിയിലെ ഒരു മെമ്പർ, എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന രീതിയിൽ പച്ചവെളിച്ചമുണ്ട്. ഈ പച്ചവെളിച്ചം ഉയർത്തുന്ന ഇത്തരം പിന്നെ അമ്പലത്തെ, ക്ഷേത്രത്തെ നല്ല രീതിയിൽ ഉയർത്തുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ പ്രേക്ഷകര്, അതുപോലെ തന്നെ പെരുമാൾ ഭക്തരായ ജനങ്ങൾ മുഴുവൻ ഉണ്ടാകണം. അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യങ്ങളോടും പിന്നെ അഭ്യർത്ഥിക്കാനുള്ളത്, ഈ മഹാക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അനുബന്ധ ക്ഷേത്രങ്ങളുണ്ട്. അനുബന്ധ ക്ഷേത്രങ്ങളിലെ ആളുകളെ ഇവിടെ കാലാകാലങ്ങളായിട്ട് ഈ മീറ്റിങ്ങുകൾ വിളിക്കാൻ വേണ്ടി തയ്യാറാവില്ല. ചടങ്ങുകളിലാണ് പലപ്പോഴും അറിയിക്കാറുള്ളത്. എന്നാൽ പലപ്പോഴും അതൊന്നും അറിയിക്കാറില്ല. എന്നാൽ ഈ സമീപ സ്ഥലത്ത് ഉള്ള ക്ഷേത്രങ്ങൾ, മുഴുവൻ ക്ഷേത്രങ്ങളും അവിടെയുള്ള എന്ത് ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് പയ്യന്നൂർ അമ്പലത്തെ പിന്നെ വിശ്വാസത്തോടു കൂടിയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങള് അതേപോലെ തിരിച്ചും കാണിക്കാനുള്ള, അവരുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന മുഴുവൻ ദേശത്തിന്റെ നാഥനായ പെരുമാളയുടെ പിന്നെ ക്ഷേത്രം എന്നുള്ള രീതിയിൽ പയ്യന്നൂർ അമ്പലത്തെ അറിയിക്കുന്നുണ്ട്. അതുപോലെ തിരിച്ചും അവരെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെയുള്ള ക്ഷേത്രത്തിലെ ആളുകളെ ഇവിടുത്തെ മഹോത്സവ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനും നവീകരണ സമിതി പോലുള്ള സമിതികൾ ഉൾപ്പെടുത്താനും തയ്യാറാവണം. ഇത് നവീകരണ സമിതിയിലൊക്കെ പിന്നെ ഇവർ കുറെ കോക്കസുകളാണ് ഇതൊക്കെ ചെയ്ത്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അവർ പല കാര്യങ്ങളും കണക്ക് പറഞ്ഞിട്ടില്ല. ഈ നവീകരണം നടന്ന ഒരു ക്ഷേത്രത്തിന്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പയ്യന്നൂർ അമ്പലത്തിലെ നവീകരണം നടന്ന ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട നടയിലെ പിന്നെ ആൽത്തറയാണ് ഈ കാണുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കറ, ഇതാണ് അവസ്ഥ. ഇതിൽ നടത്തതിനെ കുറിച്ചിട്ട്, ഇവിടെ നടന്ന നവീകരണ പ്രവൃത്തിയെ കുറിച്ച് ജനങ്ങളുടെ കയ്യിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ ഇല്ല എന്ന് ആരും ധരിക്കേണ്ട. നിങ്ങൾ എത്ര പിരിച്ചു, എത്ര കണക്ക്, എന്തൊക്കെ ചെയ്തു എന്നതിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഉണ്ടാവണം. അതിലുള്ള പണമാണ് 65 ലക്ഷം എടുത്തിട്ട് നിങ്ങൾ സ്കന്ദ സമാജത്തിന് കൊടുത്തിട്ടുള്ളത്. അതിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. അത് ഞാൻ ഗ്യാരണ്ടി എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ഒരാളൊന്നും ഇവിടെ ഗ്യാരണ്ടി ആക്കിയിട്ടൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. അതാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഈ വിഷയങ്ങള്, പയ്യന്നൂർ അമ്പലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളില് നമ്മുടെ ജനങ്ങള്, ഭക്തര് സംഭാവന മാത്രം നൽകിയാൽ പോരാ. ഈ ഉത്സവത്തിന് വരാനും ഇവിടുത്തെ കമ്മിറ്റി രൂപീകരണത്തിൽ പങ്കാളിത്തം വഹിക്കാനും അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ഓരോ പ്രവൃത്തികളിലും നിങ്ങളുടെ ശ്രദ്ധയുണ്ടാകാനും ഉണ്ടാവണം. ഈ വർഷത്തെ മഹോത്സവം മുതല് ഒരു തിരുത്തൽ നടപടി ഈ ക്ഷേത്രത്തിൽ, ഈ മഹാക്ഷേത്രത്തിൽ ഉണ്ടാവണം എന്നതാണ് പച്ചവെളിച്ചം ആഗ്രഹിക്കുന്നത്. ഈ വിഷയം പ്രേക്ഷകരുമായിട്ട് പെരുമാളുടെ നടയിൽ വെച്ച് തന്നെ പറയണം എന്നുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾക്കറിയാം ഇവിടെ ചെറിയുണ്ട്. ഈ നമ്മൾക്കറിയാം ഇപ്പോഴത്തെ അമീബിക് ബാക്ടീരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ നമ്മുടെ ആളുകളൊന്നും കുളങ്ങളിൽ കുളിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഈ വെള്ളം വളരെ മലിനമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ വിഷയം വളരെ വ്യക്തമാണ്. അത് വേറൊരു വീഡിയോ ആയിട്ട് പച്ചവെളിച്ച പറയാൻ വേണ്ടി തയ്യാറാവാണ്. അതുകൊണ്ട് നമ്മുടെ അയ്യപ്പ ഭക്തന്മാരുടെ അതുപോലെ തന്നെ മകരവിളക്ക് കാലത്ത് ഈ നമ്മുടെ പയ്യന്നൂരിലെ ചെറിയടക്കമുള്ള സമീപ സ്ഥലത്തിലുള്ള ക്ഷേത്രക്കുളത്തിൽ വെച്ചാണ് കുളിക്കാറുള്ളത്. അങ്ങനെ കുളിക്കുന്ന സമയത്ത് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവാത്ത ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടി ബന്ധപ്പെട്ടവർ തയ്യാറാവണം. അതുമായി ബന്ധപ്പെട്ടിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, നഗരസഭ ഒക്കെ ഇത്തരം വിഷയങ്ങൾ, ഇതൊക്കെ ഈ വെള്ളമൊക്കെ പരിശോധിക്കാൻ അതിനാവശ്യമായ എന്തെങ്കിലും തരത്തിൽ കുളിക്കാൻ അനുകൂലമായ രീതിയിലേക്ക് ഈ വെള്ളത്തെ മാറ്റാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കണം എന്നതും അനുബന്ധമായിട്ട് പറയാൻ വേണ്ടി തയ്യാറാവുകയാണ്. ഈ വിഷയം വേറെ തന്നെ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം മണ്ഡലകാലം, അതുപോലെ തന്നെ മകരവിളക്ക്, അയ്യപ്പന്മാരുടെ സീസൺ വരാൻ വേണ്ടി പോവുകയാണ്. പയ്യന്നൂരിലെ നമ്പ്യാത്രകോത്സവ ക്ഷേത്രം, മടത്തുംപടിയിലെ ക്ഷേത്രം, അതുപോലെ തന്നെ പയ്യന്നൂരിലെ പെരുമാളുടെ ചിറ തുടങ്ങിയ ഒരുപാട് കുളങ്ങളെ കുറിച്ചിട്ട്, അതിന്റെ നിലവിലെ അവസ്ഥയെ കുറിച്ചിട്ട് പറയാനുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ വിട്ടുപോയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ക്ഷേത്രത്തില് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കുന്ന വെള്ളം, സമീപ സ്ഥലത്തെ കിണറുകളൊക്കെ മലിനമാണ്. ഈ മാലിന്യം കാരണം. അതുകൊണ്ട് പയ്യന്നൂർ പെരുമാളുടെ നിവേദ്യം ഉണ്ടാക്കുന്ന, അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന വെള്ളം ശുചിത്വമുള്ളതാണോ, അത് മലിനപ്പെട്ടതാണോ, അതിന് ശുചിത്വമുണ്ടോ എന്ന ഒരു കാര്യം പോലും ഉറപ്പുവരുത്തണം. എനിക്ക് കിട്ടിയ വിവരം വെച്ച് അതിൽ വലിയ വിഷയങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇത് പരിശോധനയുമായി ബന്ധപ്പെട്ടിട്ട് ചില കൊടുക്കലും വാങ്ങലുകളും ഉണ്ടായിട്ടുണ്ട് എന്ന വിവരമുണ്ട്. അതുകൊണ്ട് ഈ വെള്ളം പരിശോധിക്കണം. ഈ വെള്ളം പരിശോധിച്ചിട്ട് മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അതുകൊണ്ട് പയ്യന്നൂർ നഗരസഭയിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ മറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, വാട്ടർ അതോറിറ്റി, അതൊക്കെ ഈ വിഷയത്തിൽ അവരുടെ ശ്രദ്ധ പതിപ്പിക്കണമെന്നാണ് പറയാനുള്ളത്. വേറെ ഒന്നും പറയേണ്ട, വേറെ അധികമൊന്നും സംസാരിക്കുന്നില്ല. ഒരുപാട് പയ്യന്നൂർ അമ്പലത്തെ കുറിച്ച് പറയാൻ ഏറെയുണ്ട്.
അത് ഉള്ള ആ പയ്യന്നൂർ അമ്പലത്തിന്റെ പെരുമാളുടെ ചൈതന്യം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി നവീകരണം കൊണ്ട് മാത്രം ഉണ്ടാവില്ല. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കമ്മിറ്റിക്കാര്, ട്രസ്റ്റി ബോർഡ്, അതുപോലെ തന്നെ ദേവസ്വം ബോർഡൊക്കെ ആ വിഷയത്തിൽ ഗൗരവത്തിൽ ഇടപെടാൻ വേണ്ടി തയ്യാറാവണം എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. ഇതൊരു ഒറ്റയാൾ പോരാട്ടമായിട്ടൊന്നും ആരും കാണേണ്ടതില്ല. ഇപ്പം പച്ചവെളിച്ചത്തിന്റെ പിറകില് ഒരു വലിയ നിര തന്നെയുണ്ട്. ആ ഒരു പിന്തുണ എത്രത്തോളം ഉണ്ട് എന്ന് ഇക്കഴിഞ്ഞ ഈ ആരാധന നവരാത്രി മഹോത്സവ ജനകീയ കമ്മിറ്റി രൂപീകരണത്തിൽ ബോധ്യപ്പെട്ടതാണ്. ആ ഒരു ബോധ്യം, ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ തിരുത്തണം, നിങ്ങൾ തിരുത്തിയേ പറ്റൂ എന്നാണ് പെരുമാളുടെ നടയിൽ വെച്ച് പറയാനുള്ളത്. പച്ച വെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച.